السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم. بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ബഹുമാനപ്പെട്ട അല്ലാമ അലി അസ്സാബൂനി റഹ്മത്തുള്ളാഹിയുടെ സഫ്വത്തു തഫാസീർ, ലോകത്ത് വിരചിതമായ ഒട്ടനേകം ദിറായ രീതിയിൽ രചിക്കപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങളും റിവായ ശൈലിയിൽ വിരചിതമായ ഗ്രന്ഥങ്ങളുമുണ്ട്. അത്തരം ഒട്ടനേകം ഗ്രന്ഥങ്ങൾ സംക്ഷിപ്തമായി സംഗ്രഹിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതിൻ്റെ പേര് തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാമ സ്വാബൂനി റഹ്മത്തുള്ളാഹി രചിച്ച ആ ഗ്രന്ഥം സഫ്വത്തു തഫാസീർ. നമുക്ക് അതിൻ്റെ ഭാഷാ സൗന്ദര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാകർഷകമെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും വളരെ ആകർഷകമായ ഒരു ഭാഷാശൈലി അതിനുണ്ട്. അതിലേറെ മികച്ചു നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു ക്രമീകരണ ഭംഗിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിവിധ ശൈലിയിൽ അതിൻ്റെ മുഫ്രദാത്തിൻ്റെ വിവരണവും തഫ്സീറുകളും ബലാഗയും സബബുൻ നുസൂലും എല്ലാറ്റിനും മുമ്പ് ഈ സൂറത്ത് ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണ് എന്ന വിവരണവുമൊക്കെ നമുക്ക് ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിലും മറ്റുമൊക്കെയായിട്ട് കാണാൻ കഴിയും. ഈ തഫ്സീർ രംഗത്ത് വന്നപ്പോൾ അതിന് ഏത് ഒരു കൃതിയെ മനുഷ്യ നിർമ്മിതമായ രചനകൾക്കൊക്കെ അതിൻ്റെതായ ചില പോരായ്മകളുണ്ടാകാം. അൽ കമാലുൽ മുത്ലഖു ലില്ലാഹി വഹ്ദ. എന്നാൽ അത്തരം പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയല്ല, മറിച്ച് ഈ തഫ്സീർ അത് വിശ്വാസപരമായ വ്യതിയാനം വെച്ചു പുലർത്തുന്നു തുടങ്ങിയുള്ള ഒത്തിരി വിമർശനങ്ങൾ സലഫി മൻഹജ് വെച്ച് പുലർത്തുന്ന സലഫി ധാരയിലുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാകുകയും അതിന് അദ്ദേഹം തന്നെ കശ്ഫുൽ ഇഫ്തിറാഅത്ത് എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് നമുക്കറിയാലോ സലഫികൾ വിമർശിക്കുമ്പോൾ എന്തൊക്കെയാണ് വിമർശിക്കാറുള്ളത്. കാര്യമായിട്ട് അവർ സിഫാത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ആയത്തുകൾ, സിഫാത്തുൽ അഫ്ആലുമായും അല്ലാത്ത സിഫാത്തുമായും ഒക്കെ ബന്ധപ്പെട്ട് പറയുന്ന മുത്തശാബിഹാത്തുകളുണ്ട്. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അള്ളാഹുവിനെ നമ്മൾ തഅ്തീൽ ചെയ്യുന്നു, നിർഗുണനായ ഒരു അള്ളാഹുവിനെ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നാണ് അതേ സംബന്ധിച്ച് നമ്മെ വിമർശിക്കാനായി അവർ പ്രയോഗിക്കുന്ന പദപ്രയോഗം. അവിടെ ബിലാ തഷ്ബീഹിൻ വലാ തഅ്തീലിൻ എന്നൊക്കെ സഫ്വത്തു തഫാസീർ നോക്കിയാൽ നമുക്കും കാണാൻ കഴിയും. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവയെ സംബന്ധിച്ചാണെങ്കിലും യദുല്ലാഹി ഫൗഖ ഐദീഹിം എന്നതിനെക്കുറിച്ചാണെങ്കിലും അത്തരം ഒത്തിരി മുത്തശാബിഹുകൾ പറയുമ്പോഴൊക്കെ ബിലാ തഷ്ബീഹിൻ വലാ തഅ്തീലിൻ എന്ന പദപ്രയോഗത്തിലൂടെ ഞങ്ങളും തൻസീഹിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അള്ളാഹുവിനെ തഷ്ബീഹ് ചെയ്യുന്നവരല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചിലപ്പോൾ സലഫികൾ അത്തരം പദപ്രയോഗം നടത്താറുണ്ട്. എന്നാൽ ഇവിടെ ബിലാ തജ്സീമിൻ എന്നുകൂടി
സഫുവത്ത് തഫാസീർ പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അദ്ദേഹം സലഫികളുടെ മൻഹജാണ് ചില സ്ഥലത്ത് സ്വീകരിക്കുന്നത്. ഇസ്തവ എന്നതിന് ഇസ്തിഖ്റാർ, ജുലൂസ് എന്നൊക്കെ അർത്ഥം അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്ത്. വേറെ സ്ഥലത്ത് അദ്ദേഹം അശ്അരി തഫ്സീറുകളിൽ സ്വാധീനിക്കപ്പെട്ട് അദ്ദേഹം ഇതിനെ ദുർവ്യാഖ്യാനിക്കുകയാണ്, തഅ്വീൽ ചെയ്യുകയാണ് എന്ന ആരോപണം. യഥാർത്ഥത്തിൽ ഇസ്തവ എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥം വിശദീകരിക്കുകയും അതിന് ഞാൻ അശ്അരിയാണ്, അശ്അരി മാതുരീദി മൻഹജാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം തൻ്റെ കശ്ഫുൽ ഇഫ്തിറാഅത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ആ ഒരു മൻഹജ് അനുസരിച്ച് ഞാൻ ആയത്തുകളെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു കുറ്റമല്ല, അതെൻ്റെ ഒരു പോരായ്മയല്ല എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ടവർ അത് വിശദീകരിക്കുന്നുണ്ട്. ഏതോകട്ടെ, ഇസ്തവ അലൽ അർഷ്, അതുപോലെ യദുല്ലാഹി ഫൗഖ ഐദിഹിം തുടങ്ങിയുള്ള ആയത്തുകളൊക്കെ അദ്ദേഹം ശരിയായ മൻഹജിൽ വിശദീകരിച്ചതിനെ അവർ വിമർശിക്കുക എന്നത് സ്വാഭാവികമാണ്. അതുപോലെ ലഈഫായ ഹദീസുകളെ അദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്ന വിമർശനവും അതേ വൃത്തത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ലഈഫായ ഹദീസുകൾ പാടെ അവഗണിക്കുക എന്നത് നമ്മുടെ റൂട്ടല്ല, സൂറത്തിൻ്റെ ഫളായിലും മറ്റും പറയുന്ന ഇടങ്ങളിൽ മാത്രമാണ് ഞാൻ അത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിവായത്തുകളുണ്ടല്ലോ. അതിൽ വൽ കൈഫു ഗൈറു മഅഖൂലിൻ എന്ന ആ ഒരു റിവായത്തിനെയാണ് നമ്മളൊക്കെ ഉയർത്തി കാണിക്കാറുള്ളത്. എന്നാൽ വൽ കൈഫു മജ്ഹൂലുൻ എന്ന നിലക്ക് തന്നെയാണ് മൂപ്പര് ആ വിഷയം ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. വൽ ഇസ്തിവാഉ വൽ കൈഫു മജ്ഹൂലുൻ. വൽ കൈഫു മജ്ഹൂലുൻ എന്ന് പറഞ്ഞാൽ കൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹഖീഖത്താണ്. ഇസ്തിവാ എന്നതിൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ തനതായ അർത്ഥം, അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണ് എന്നത് അജ്ഞാതമാണ് എന്നതിന് അർത്ഥകൽപ്പന നൽകിയാൽ അവിടെ വിഷയമൊന്നുമില്ല. ആ നിലക്ക് അതും വിശദീകരിക്കാവുന്നതാണ്. ഏതായിരുന്നാലും സലഫി മൻഹജിൻ്റെ ആളുകൾ, സലഫികൾ എന്ന് പറയുന്ന ആളുകൾ ഈ തഫ്സീറിനെ വിമർശിച്ചു എന്നതൊഴിച്ചു നിർത്തിയാൽ ആഗോളതലത്തിൽ അതിന് വലിയ സ്വീകാര്യത തുല്ലാബുൽ ഇൽമിൻ്റെ ഭാഗത്തു നിന്നും അസാത്തിദത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ തഫ്സീർ മുതഅല്ലിമീങ്ങൾക്കാണ് കൂടുതൽ അത് പ്രയോജനം ചെയ്യുക. പണ്ഡിതന്മാർക്കും ദർസ് നടത്തുന്നവർക്ക് അത് ഉപകാരപ്പെടും. നമ്മുടെ ബഹുമാനപ്പെട്ട ബാവ ഉസ്താദിൻ്റെ തൈസീറുൽ ജലാലൈനിയുടെയൊക്കെ ഒരു രീതിയിൽ അത് നമുക്ക് ഉപയോഗപ്പെടും. ഒരു മുത്തഖസ്സിസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉപകാരപ്പെട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരുടെ സഫുവത്തു തഫാസീർ എന്ന ഗ്രന്ഥവും അതുപോലെ റവാഇഉൽ ബയാൻ എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. അതുപോലെ ആ തഫ്സീറുൽ മുയസ്സർ എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു തആല നഫ്ഉള്ള ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ ഈ ശ്രമവും ഈ സെഷനും നമ്മുടെ ഈ പ്രോഗ്രാമുകളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.